കളമൊരുക്കിയിരിക്കുകയാണ്. അതാണ് വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ നാട്ടിൽ മുഴുവൻ മദ്യം ഒഴുക്കാനും അതിന് നികുതി ഇളവ് കൊടുക്കാനുമുള്ള തീരുമാനം. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ലഭ്യമാക്കുന്നത് സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യമാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അനുമതി കൊടുത്തിരുന്നു. അത് കൃഷിക്കാരെ സഹായിക്കാനാണ്. കേരളത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നിശ്ചയിച്ച നികുതി വൈനിൻ്റെ അതേ നികുതിയാണ്. ഹോർട്ടി വൈൻ എന്ന ഒരു കാറ്റഗറി ചട്ടഭേദഗതിയിലൂടെ കൊണ്ടുവന്ന് വൈനിന് എന്താണോ നിലവിലുള്ള നികുതി അതിൽ കുറയ്ക്കാൻ തയ്യാറായില്ല. കൃഷിക്കാരിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി കുറയ്ക്കണമെന്നുള്ളത്. പക്ഷേ ഹോർട്ടി വൈനിന് ഇപ്പോൾ നിലവിലുള്ള നികുതി തന്നെയാണ് ഹോർട്ടി വൈനിനും ഏർപ്പെടുത്തിയത്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്, അത് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണ് ഉണ്ടാക്കുക. ഇപ്പൊ കൃഷിക്കാരുടെ ഉൽപ്പന്നത്തിന് വിപണി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ മദ്യത്തിനാണ് 10% വരെയുള്ളതിന് 120% നികുതി ആക്കി കുറച്ചത് 251. ഇപ്പൊ അവർക്കത് വിൽക്കാം, തടസ്സമില്ല. പക്ഷെ 251% നികുതി കൊടുക്കണം. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന്റെ നികുതി നിരക്കായി 251% കൊടുക്കണം. അപ്പോൾ ഒരൊറ്റ കോർപ്പറേറ്റ് കമ്പനിയുടെ ആവശ്യമായിരുന്നു, ഈ വിപണിയിലുള്ള പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ആവശ്യമായിരുന്നു. LDF ഗവൺമെന്റിനെ അവർ സമീപിച്ചിരുന്നു. LDF സർക്കാർ ആ ആവശ്യത്തിന് വഴങ്ങിയില്ല. 251 നിന്ന് 120% നികുതി കുറച്ചു. 10% വരെ വീര്യമുള്ളതിന്, 20% വരെ വീര്യമുള്ളതിന് 175 കുറച്ചു. അപ്പൊ ഈ കമ്പനിക്ക് വലിയ വിപണി കിട്ടാൻ സഹായിക്കുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിന്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ ഇത് റെഡി ടു ഡ്രിങ്ക് മദ്യമാണ്. എന്ന് പറഞ്ഞാൽ വാങ്ങി ശീതളപാനീയം കുടിക്കുന്നത് പോലെ കുടിക്കാം. അത് സുലഭമായി മാറും. വ്യാപകമായിട്ട് പുതിയ തലമുറ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്ന നില വരും. ഇതും വാങ്ങി പോക്കറ്റിലിട്ട് കോളേജിൽ വരുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര സുലഭമാവും. കാരണം ഇത് പ്രത്യേക തയ്യാറെടുപ്പൊന്നും വേണ്ട ഇത് ഉപയോഗിക്കാൻ. ഒരു ശീതളപാനീയം ഉപയോഗിക്കുന്ന പോലെ പൊട്ടിക്കുക, കുടിക്കുക. മദ്യത്തിനെതിരായിട്ട് വലിയ പ്രസംഗം നടത്തിയിരുന്നവരാണ് ഇപ്പോൾ മദ്യം സുലഭമാക്കി മാറ്റുന്നത്. ഇതിനാണ് മദ്യം ഒഴുക്കുക എന്ന് പറയുന്നത്. ഇത് കഴിക്കാൻ ബാറിൽ പോകേണ്ട ആവശ്യമില്ല. ബെവ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങാം, അപ്പം തന്നെ നിന്നിടത്ത് നിന്ന് ഉപയോഗിക്കാം. ആ മദ്യം സുലഭമാക്കി അതിന് നികുതി ഇളവും കൊടുത്തു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുന്ന ധനകാര്യമന്ത്രി അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ധനകാര്യമന്ത്രിയാണ് ഏറ്റവും ചുരുങ്ങിയത് 600 കോടി രൂപയുടെ നഷ്ടം ഈ നികുതി ഇളവിലൂടെ വരുത്തിയിട്ടുള്ളത്. LDF സർക്കാരിന്റെ കാലത്ത് ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ അന്ന് ധനകാര്യമന്ത്രി എടുത്ത നിലപാട് ഇത് 2 കാരണങ്ങൾ കൊണ്ട് ദോഷകരമാണ്. ഒന്ന്, മദ്യം സുലഭമാവും, വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന നിലവരും. രണ്ടാമത്തെ കാര്യം, ഇത് സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കും എന്നാണ്. അപ്പൊ സമൂഹത്തിന്റെ ചെലവിൽ മദ്യം വ്യാപകമായി ഒഴുക്കി സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കി ഈ നികുതി ഇളവ് കൊടുത്തതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. എത്ര കിട്ടി എന്ന് സതീശൻ പറഞ്ഞാൽ മതി. ബഹുമാന്യനായ ശ്രീ VD സതീശൻ വ്യക്തമാക്കേണ്ടി വരും എത്ര കിട്ടി എന്ന്. എത്ര കിട്ടിയത് കൊണ്ടാണ് ഈ ഇളവ് കൊടുത്തത് എന്ന്. LDF സർക്കാർ നിഷേധിച്ച ഒരു നികുതി ഇളവ് UDF അധികാരത്തിൽ വന്നു ആദ്യം തന്നെ കൊടുത്തു. പ്രയോറിറ്റി എന്താന്നുള്ളത് വ്യക്തമായി. സർക്കാർ ജീവനക്കാർക്ക് DA കൊടുക്കാനില്ല എന്നാണല്ലോ പറഞ്ഞത്. വിസ്മയം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സർക്കാർ NGO അസോസിയേഷൻകാരൊക്കെ കൈയടിച്ചു. പക്ഷെ വിസ്മയം ഇതായിരുന്നു,
മദ്യമൊഴുക്കാനുള്ള വിസ്മയാണ്. സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യം കൊടുക്കുന്നില്ല. ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് പ്രഖ്യാപിച്ച പലതും നടപ്പാക്കിയിട്ടില്ല ഈ ബജറ്റിൽ. തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായതിൽ 800 കോടി കുറവാണ് വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഇത്രയും വലിയ വരുമാന നഷ്ടം ഉണ്ടാക്കുന്ന ഒന്ന് കൊടുക്കുന്നത്. എന്തായാലും അത് വെറുതെ കൊടുത്തതല്ല എന്ന് ഉറപ്പാണല്ലോ. ഇതുപോലൊരു സാഹചര്യത്തിൽ ഇത്ര വലിയ വരുമാന നഷ്ടം സഹിക്കാൻ തയ്യാറായതിന്റെ പിന്നിൽ, ആ ത്യാഗം സഹിക്കാൻ തയ്യാറായതിന്റെ പിന്നിൽ നടന്ന കൊടുക്കൽ വാങ്ങൽ എന്താണ് എന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. കർണാടക മദ്യ ലോബി ഇതിന്റെ പിന്നിലുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ ബജറ്റിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഇരുട്ടടിയാണ് നേരിട്ടിട്ടുള്ളത്. LDF സർക്കാരിന്റെ ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ 1534 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക കൈമാറിയതിൽ. 17,901 കോടി രൂപയാണ് LDF സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയത്. 17,901. ഇപ്പോൾ 16,367 കോടി രൂപയുള്ളൂ. 1,534 കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇവർ പറഞ്ഞത്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വിഹിതം കൊടുക്കും, കൃത്യമായിട്ട് കൊടുക്കും. ആദ്യത്തേത് കണ്ടല്ലോ, വെട്ടിക്കുറച്ചിരിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിന്റെ ഉയർന്ന സാമൂഹിക വികസന സൂചികകളുടെ എല്ലാം അടിസ്ഥാനം അധികാര വികേന്ദ്രീകരണവും തദ്ദേശ സ്ഥാപനങ്ങൾ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമാണ്. ചരിത്രപരമായി തന്നെ അതാണ്. ഇവിടെയോ ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു റോളും ഈ ബജറ്റിലില്ല. സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് വാചാലമാവുന്ന ബജറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു റോളുമില്ലാത്തതാക്കി മാറ്റിയിരിക്കുകയാണ്. നോക്കൂ, LDF സർക്കാരിന്റെ കാലത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ, സാർവത്രിക പാലിയേറ്റീവ് കെയറിന്റെ കാര്യത്തിൽ, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ, വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലെല്ലാം നിർണായകമായിട്ടുള്ള പങ്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ആര് ഭരിക്കുന്നതോ ആവട്ടെ. ഇപ്പൊ UDF ആണല്ലോ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത്. എന്ത് പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ആവിഷ്കരിച്ചത്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എന്താണ് റോള്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉള്ളതായിട്ട് എന്തെങ്കിലും പദ്ധതി മുന്നോട്ട് വെച്ചതായിട്ട് പറഞ്ഞിട്ടില്ല. എന്ത് പദ്ധതിയാണ് സാർവത്രിക പാലിയേറ്റീവ് കെയറിൽ, എന്ത് റോളാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ബജറ്റിൽ? കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? മാലിന്യ സംസ്കരണ പദ്ധതികൾ അവഗണിക്കപ്പെട്ടതും മാലിന്യം കുമിഞ്ഞുകൂടിയതുമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണമാറ്റം വന്നതോടുകൂടി തന്നെ കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കണ്ടുണ്ടായ മാറ്റം എന്താണ്? ഇപ്പോ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു, ശുചീകരണം പാളി, അതുകൊണ്ടാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത്. തർക്കമാണ് ആരോഗ്യവകുപ്പും തദ്ദേശ വകുപ്പും തമ്മിൽ. ഈ ബജറ്റിൽ മുൻഗണന കൊടുക്കേണ്ടിയിരുന്നൊരു മേഖലയല്ലേ വേസ്റ്റ് മാനേജ്മെന്റ്? അപ്പൊ യാഥാർത്ഥ്യത്തിൽ നിന്ന് അങ്ങേയറ്റം അകന്ന, കേരളം ഇതുവരെ കൈവരിച്ച എല്ലാ നേട്ടങ്ങൾക്കും ആധാരമായിട്ടുള്ള കാര്യങ്ങളെ തകർക്കുന്ന ഒരു ബജറ്റാണ്. അധികാര വികേന്ദ്രീകരണത്തെ തകർക്കുകയാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. ആസൂത്രണത്തെ തകർക്കുന്ന പോലെ അതും അധികാര വികേന്ദ്രീകരണത്തെ ബാധിക്കും. ആസൂത്രണ ബോർഡ് ഇല്ലാതായാൽ അതിനെ തിങ്ക് ടാങ്ക് മാത്രമാക്കി മാറ്റുന്നതോടുകൂടി അത് അധികാര വികേന്ദ്രീകരണത്തെയും തദ്ദേശ സ്ഥാപനങ്ങളെയും ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ ആസൂത്രണത്തെ തകർക്കുന്നു, വികേന്ദ്രീകരണത്തെ തകർക്കുന്നു. ഇതെല്ലാം തകർത്തുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്കും വൻകിട മൂലധന ശക്തികൾക്കുമുള്ള പാത സുഗമമാക്കുകയാണ് ഈ ബജറ്റിലൂടെ ചെയ്തിട്ടുള്ളത്. ഇത് കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തിന് അന്ത്യം കുറിക്കുന്നതിന്റെ തുടക്കമാണ്. മാത്രമല്ല, ഗ്രാമസഭ ഓൺലൈനാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. ഹൈബ്രിഡ് ആക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർ കൂടി ഓൺലൈനിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കുക. പൂർണ്ണമായും ഓൺലൈനാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം?
ഗ്രാമസഭ അപ്രസക്തമായിട്ട് മാറുന്നുള്ളതാണ്. അതൊന്നും ഗ്രാമസഭ എന്നൊന്നും ഉണ്ടാവില്ല. അതില്ലാതാക്കാനാണ് ശ്രമം. പേരിന് ഓൺലൈനിൽ 10 മിനിറ്റ് കൊണ്ട് തട്ടിക്കൂട്ടാം. ഇപ്പോൾ ഗുണഭോക്താക്കളെ ഗ്രാമസഭ തിരഞ്ഞെടുക്കണം എന്നുള്ള വ്യവസ്ഥയാണ്. അതൊക്കെ അട്ടിമറിക്കപ്പെടും അതിലൂടെ. ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് മിണ്ടാട്ടില്ല. 5 ലക്ഷം പേർക്ക് വീട് കൊടുത്ത ഭവന പദ്ധതിയാണ് ലൈഫ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക വീട് വെക്കാൻ കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ വീട് വെച്ച പദ്ധതി ലൈഫാണ്. ജനറൽ കാറ്റഗറിയിൽ 4 ലക്ഷം, ST വിഭാഗത്തിന് ആദിവാസി സങ്കേതങ്ങളിൽ 6 ലക്ഷം. ഇന്ത്യയിൽ എവിടെയാണ് ഇത്ര ഉയർന്ന തുക കൊടുക്കുന്നത്? 5 ലക്ഷം വീട് പൂർത്തിയായി. 1 ലക്ഷത്തോളം വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. 21,000 കോടി രൂപയാണ് കേരളം ഇതിനു വേണ്ടി ചെലവഴിച്ചത്. ഇപ്പൊ എത്രയും ബജറ്റിൽ വെച്ചത്? ഭവന നിർമ്മാണ വകുപ്പിന് 58 കോടി വെച്ചിട്ടുണ്ട് ഈ ബജറ്റിൽ. അതാണ് 21,000 കോടിയാണ് 2017 മുതൽ 2026 വരെ 2 LDF സർക്കാരുകളുടെ കാലത്ത് ലൈഫിന് വിനിയോഗിച്ചത്. അപ്പൊ ക്ഷേമം തകർക്കുന്ന, പാലിയേറ്റീവ് ഇല്ല, ദാരിദ്ര്യ നിർമ്മാർജ്ജനമില്ല, ലൈഫില്ല, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. ആദ്യത്തെ ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആദ്യത്തെ ബജറ്റിൽ മുഖ്യമന്ത്രിയുടെ വാക്കിന് ഒരു വിലയും അദ്ദേഹം തന്നെ കൽപ്പിക്കുന്നില്ല എന്നല്ലേ അർത്ഥം. പക്ഷേ വിസ്മയത്തിനും തള്ളിനും മാത്രം ഒരു കുറവില്ല. തള്ളിന്റെ ഒരു ഉദാഹരണം കാണണമെങ്കിൽ ബജറ്റില് ഈ സാറ്റലൈറ്റ് വിക്ഷേപണത്തെ കുറിച്ച് പറഞ്ഞ ഭാഗം നോക്കിയാൽ മതി. കേരളത്തിൽ നിന്ന് സാറ്റലൈറ്റുകൾ നിർമ്മിച്ച് വിക്ഷേപിക്കും. അതിനുവേണ്ടി എത്ര നീക്കി വെച്ചിട്ടുള്ള 5 കോടി. വിഷുവിന്റെ ഈ ആകാശത്തേക്ക് പോകുന്നതുണ്ടല്ലോ, അത് വിടുന്നതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 5 കോടി രൂപ കൊണ്ട് കേരളത്തിൽ സാറ്റലൈറ്റ് നിർമ്മിച്ച് വിക്ഷേപിക്കും എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ തള്ളു വേറെന്താണുള്ളത്? മുഖ്യമന്ത്രിയുടെ തള്ളിപ്പ് ആകാശത്തേക്കും കൂടി, ബഹിരാകാശത്തേക്ക് കൂടി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെയാണ് ഈ ബജറ്റിന് ഒരു തരത്തിലുള്ള വിശ്വാസ്യതയും ഇല്ലാതാക്കി ഇമാതിരി പ്രഖ്യാപനങ്ങൾ കൊണ്ട്. ഇതാ ഞാൻ വായിച്ചു തരാം. ഖണ്ഡിക 28 നോക്കിയാൽ മതി. ഫർദർ മോർ decisive steps will be taken to improve the operations of the space park. അതിന് മുമ്പ് പറയുന്നുണ്ട്, strong engagement will be extended to private satellite manufacturing and launching enterprises. അപ്പോൾ 5 കോടി രൂപയ്ക്ക് സാറ്റലൈറ്റ് വിക്ഷേപിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ബജറ്റാണ് ഈ ബജറ്റ്. അതിൽ ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹം ഈ മദ്യം സുലഭമാക്കാനുള്ളതാണ്. അതിൻ്റെ മറവിൽ നടന്നിട്ടുള്ള അഴിമതിയാണ്. അത് ഇനി തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. എത്ര കിട്ടി എന്ന് പറയേണ്ടി വരും. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാൻ നടത്തുമ്പോഴാണ് റെഡി ടു ഡ്രിങ്ക് മദ്യം എല്ലാവർക്കും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. കുടിപ്പിച്ച് തൂഫാനാക്കാനുള്ള പദ്ധതിയാണ്. ഈ എംലിജു പറയുന്നത് 2023 തന്നെ സർക്കാർ, LDF സർക്കാർ ഇത്തരത്തിലുള്ള ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. 2025 ഈ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് LDF സർക്കാരിന്റെ പദ്ധതിയാണ്, അതിന് നികുതി ഇളവ് മാത്രമാണ് UDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് എംലിജു പറയുന്നത്. അതാ പറഞ്ഞത്, LDF സർക്കാരിന്റെ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള മദ്യത്തിനാണ് നമ്മൾ കേൾക്കൂ. വീര്യം കുറഞ്ഞ മദ്യം എപ്പോഴും വിൽക്കാം, പക്ഷെ 251% നികുതി കൊടുക്കണം. അത് അവർക്ക് ലാഭകരമല്ല. അത് വ്യാപകമായി വിൽക്കാനാവില്ല 251% നികുതി കൊടുത്തിട്ട്. അപ്പോൾ നികുതി ഇളവ് മാത്രമേ ഞങ്ങൾ കൊടുത്തുള്ളൂ. അതാണല്ലോ വലിയ പ്രശ്നം. ആ നികുതി ഇളവ് കിട്ടിയാലേ വ്യാപകമായിട്ട് ഇത് വിൽക്കാൻ പറ്റൂ. IMFലിന്റെ അതേ നിരക്കിൽ ഈ നികുതി ഇതിന് ചുമത്തിയാൽ, അതുകൊണ്ടാണ് നമ്മൾ നികുതി ഇളവ് കൊടുക്കാതിരുന്നത്. ഇപ്പോൾ ഹോർട്ടി വൈൻ ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടോ. ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് നിയമസഭാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ഹോർട്ടി വൈൻ എന്ന കാറ്റഗറി, അതിന് പോലും വൈനിന്റെ നിലവിലുള്ള നികുതി നിരക്ക് എന്താണോ അതിന് ഇളവ് കൊടുത്തിട്ടില്ല. കൃഷിക്കാരുടെ കാര്യമായിട്ട് പോലും ഇളവ് കൊടുത്തിട്ടില്ല. ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അതാ വ്യത്യാസം. പഴവും പച്ചക്കറി ഉപയോഗിച്ചല്ല, ഇത് സ്പിരിറ്റ് തന്നെ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. മറ്റെല്ലാ മദ്യവും പോലെ സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്.
അതിന് ഞങ്ങളൊരു നികുതി ഇളവ് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ എന്ന് മറ്റേ സിനിമയിലെ ഡയലോഗ് പോലെയല്ലേ അത്. ഇത്രയൊക്കെ ചെയ്തിട്ട് അത് മാത്രമല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. പ്രശ്നം എന്താ, 251% നിന്ന് 120% നികുതി ഇളവ് ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ വിപണി അവർക്ക് തുറന്നു കിട്ടുകയാണ്. 1000 കോടിയുടെങ്കിലും വിപണിയാണ് തുറന്നു കിട്ടുന്നത്. ഇന്നലെ ബജറ്റ് പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് LDF സർക്കാർ തീരുമാനിച്ചു, അന്ന് നികുതി ഘടന തീരുമാനിച്ചിരുന്നില്ല, അപ്പൊ ഞങ്ങൾ നികുതി ഘടന തീരുമാനിക്കുക മാത്രമാണ് ചെയ്തത്. അതെ, നികുതി ഘടന തീരുമാനിക്കാത്തതിന്റെ കാരണം എന്താ? ഇളവ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇളവ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ പറഞ്ഞ വാദത്തിൽ എന്താ, അതേ ഞങ്ങൾ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. അത് ചെയ്യുന്നതോടുകൂടിയാണ് ഇത് സുലഭമാവുന്നത്. മദ്യം വിൽക്കുന്നതിന് തടസ്സം ഇപ്പം നിലവിലില്ലല്ലോ. ഏത് മദ്യവും വിൽക്കാം. വീര്യം കുറഞ്ഞ് വിൽക്കുന്നതിന് തടസ്സം വല്ലതും ഉണ്ടോ? ഒരു തടസ്സമില്ല. അവരുടെ ആവശ്യമായിരുന്നു എന്ത്, 251 ഞങ്ങൾക്ക് ലാഭകരമാവില്ല, അത് കുറച്ചു തരണം. ആ ആവശ്യം LDF സർക്കാർ അംഗീകരിച്ചില്ല. അതാണ് കാര്യം. LDF സർക്കാർ അംഗീകരിക്കാത്തതിന്റെ കാരണം രണ്ടാണ്. ഒന്ന്, ഇത് സുലഭമാവും. രണ്ടാമത്തെ കാര്യം എന്താ, സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാവും. അതാണ് LDF സർക്കാർ അംഗീകരിക്കാത്തതിന്റെ കാര്യം. അപ്പൊ ഞങ്ങൾ ശരിയായ നടപടി സ്വീകരിച്ചു എന്ന് പറയേണ്ടി വരികയാണ് അവർക്കും. അതായത് ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ തന്നെ LDF സർക്കാരിനെ സമീപിച്ചിരുന്നു, അപ്പോൾ ഈ നികുതി ഇളവ് പറ്റില്ല എന്ന്. അതെ, മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നു. LDFനോടും LDF ഗവൺമെന്റ് ഉള്ളപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. അതെ, വീര്യം കുറഞ്ഞ മദ്യത്തിനാണ്. അതാണ് പുതിയ ഉൽപ്പന്നമായിട്ട് വരുന്നത്. അതിന് വേറെ നിയമതടസ്സമില്ല വിൽക്കാൻ. അപ്പൊ LDF സർക്കാർ എന്ന പുതിയ കാര്യം തീരുമാനിച്ചു പറയാൻ പറ്റില്ല. കാരണം നിയമതടസ്സമില്ല, മദ്യം ഏതും വിൽക്കാമല്ലോ. പക്ഷേ പ്രശ്നം എന്താ, തടസ്സം നികുതിയായിരുന്നു. ഈ ഉയർന്ന നികുതി കുറച്ചു തരണം എന്ന ആവശ്യം ഞങ്ങൾ അംഗീകരിച്ചില്ല. അധികാരമേറി ആദ്യ ബജറ്റിൽ തന്നെ അംഗീകരിച്ചു. ആദ്യ ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടിയിട്ടില്ല. പക്ഷേ മദ്യക്കമ്പനിയുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു. പല കാര്യങ്ങളും LDFന്റെ തുടർച്ച എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അതേ സമയത്താണ് ഈ മേനോൻപാറയിലെ ഡിസ്റ്റിലറി മിനറൽ മാജിക് അടക്കം റദ്ദ് ചെയ്യുന്ന അതെല്ലാം അതാ പറഞ്ഞത്. ഇതിന്റെ എല്ലാം വിവരങ്ങൾ പുറത്തു വരും. ഇതൊക്കെ കർണാടക മദ്യലോബിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. പണ്ട് പേര് ചോദിച്ചത് എന്താ മലബാർ ഡിസ്റ്റിലറി നിങ്ങൾ ആരംഭിക്കാത്തതെന്ന്. ഇപ്പോൾ അത് ഉൽപാദനം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. മദ്യലോബിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അഴിമതി സാധ്യത തന്നെയാണ് കാണുന്നത്. അല്ലാതെ പിന്നെ എങ്ങനെയാണ് 251% ഉണ്ടായിരുന്ന നികുതി 120 കൊടുത്താൽ ഒന്നും അതിന് തോന്നുന്നില്ലേ? ഒരു സംശയം അക്കാര്യത്തിൽ തോന്നുന്നില്ല. അത് ആദ്യത്തെ ബജറ്റിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിയല്ലേ നികുതി കുറച്ചത്. ബാക്കി ആർക്ക് കിട്ടി, എത്ര കിട്ടി എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. അല്ല, അത് അദാനിയുടെ ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിലാണ്. അത് ഇതിനേക്കാൾ വലിയ കാര്യമാണ്. അത് ഇതിലും നിൽക്കുന്നതല്ല. തുറമുഖവുമായി ബന്ധപ്പെട്ടും ഈ അതോടൊപ്പം തന്നെ ഈ മൊത്തം കടലിലൂടെയുള്ള ചരക്ക് നീക്കമൊക്കെ അത് ഈ അദാനിയുമായി ബന്ധം കാണുന്നുണ്ട്. അങ്ങനെ വ്യക്തമല്ലേ? അദാനി കേരളത്തിന്റെ തീരം കൈയടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. തുറമുഖ നഗരം മുതൽ റയർ എർത്ത് കോറിഡോർ, കേരളത്തിലെ LDF സർക്കാർ KMMLനെ മുൻനിർത്തി തീരുമാനിച്ച കോറിഡോർ ഇപ്പോൾ സ്വകാര്യവൽക്കരിക്കുകയാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചു, സ്വകാര്യവൽക്കരണം തന്നെയാണ് ഞങ്ങളുടെ നയം എന്നാണ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇത് പറയാനാണ് ഞാൻ വിളിച്ചത്. ഈ മദ്യത്തിൻ്റെ കാര്യം, അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളോടെടുത്തത് 1534 കോടി കുറച്ചാണ് കൊടുത്തത്. അവകാശപ്പെട്ടിരുന്നത് ഞങ്ങളത് വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായിട്ട് കൊടുക്കുന്നതാണ്. കുറച്ചിരിക്കുന്നു. കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് UDF ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനൊരു പദ്ധതിയില്ല എന്നവർ പറഞ്ഞത്. ഞങ്ങളിൽ ഇതിനേക്കാൾ നല്ല പദ്ധതി ഉണ്ടെന്നാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞത്. അവർ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളോടും ഇവരുടെ സമീപനത. ഈ ബജറ്റ് തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ മൂലധന ശക്തികൾക്കും വേണ്ടിയിട്ടാണ്. അതാണ് വ്യക്തമാവുന്നത്. പാലിയേറ്റീവ് കെയർ ഇല്ല, മിണ്ടുന്നില്ല. എന്തൊക്കെയാണോ കേരളത്തിന്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് നിദാനമായത്, അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഹിച്ച പങ്കെന്താണോ അത് മുഴുവൻ ഇല്ലാതാക്കിയിരിക്കുന്നു.
ചെലവ് ക്രമീകരിച്ചു എന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. ഏത് ചെലവ്? ചെലവിനകത്തുള്ള ഇത് കുറച്ചതാണെന്നാണ് പറയുന്നത്. അതെ, ചെലവ് ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത് എന്തായിരുന്നു? ധനകാര്യമന്ത്രി ആവുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവാകുമ്പോൾ അദ്ദേഹത്തിന് ആശയങ്ങൾക്ക് സൗജന്യമായിട്ട് ഇങ്ങനെ ഉപദേശങ്ങൾ തരുന്നല്ലോ LDFന്. അത് അദ്ദേഹം പറഞ്ഞത് എന്താ? 25,000 കോടി നികുതി കുറിച്ചുണ്ട്, അത് പിരിച്ചെടുത്താൽ മാത്രം മതി ഈ പ്രതിസന്ധി തീർക്കാൻ. പിന്നെ സ്വർണ്ണത്തിൽ നിന്നൊരു 15,000 കോടി വേറെ കിട്ടും, IGSTയിൽ നിന്ന് 25,000 കോടി കിട്ടും. അപ്പോൾ ഇത്രയും 65,000 കോടിയായി. അതൊന്നും ബജറ്റിൽ കാണുന്നില്ലല്ലോ. അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള അവസരമായിരുന്നില്ലേ? എത്രയോ തവണ നിയമസഭയിൽ ഈ സൗജന്യ ഉപദേശം അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ? അറിയുന്ന കാര്യം എന്താ? ഈ പറഞ്ഞൊന്നുമല്ല, ചെലവ് വെട്ടിച്ചുരുക്കലാണ്. ഈ സാമുദായിക സംഘടനകളോട് ഈ വീര്യംകുറഞ്ഞ മദ്യത്തിന്റെ നികുതികളവിനെതിരെ വന്നിട്ടുണ്ട്. മദ്യ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമെന്നാണ് അവരും വിമർശിക്കുന്നത്. പറയട്ടെ, അവരൊക്കെ തിരിച്ചറിയട്ടെ. അത് ഞാനല്ല പറയേണ്ടത്. അവിടുത്തെ മുഴുവൻ ട്രേഡ് യൂണിയനുകളുടെ ആവശ്യമായിരുന്നു ഇത് എന്താ പറയുക, റിവൈവ് ചെയ്യണം എന്നത്. അതിനടിസ്ഥാനത്തിൽ 2006 VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയതാണ് റിവൈവൽ പ്ലാൻ, അന്ന് ആവിഷ്കരിച്ചതാണ്. ഇതുവരെ അതിലാർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല, ശ്രീ VD സതീശൻ തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ചോദിച്ചത്, നമ്മുടെ ഒയാസിസ് ഡിസ്റ്റിലറിയുടെ പ്രശ്നം വന്നപ്പോൾ ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ടാണ് മലബാർ ഡിസ്റ്റിലറി ഉൽപ്പാദനം ആരംഭിക്കാത്തതെന്നാണ്. ഓർക്കുന്നില്ലേ? ഇപ്പോൾ മലബാർ ഡിസ്റ്റിലറി LDF സർക്കാർ പൂർണ്ണമായും റിവൈവ് ചെയ്ത് ഉൽപ്പാദനം ആരംഭിച്ചപ്പോൾ അതിനെ തകർക്കുകയാണ്, അട്ടിമറിക്കുകയാണ്. ഇതാർക്ക് വേണ്ടിയിട്ടാ? അതെ, ഇപ്പൊ സംഭവിച്ചു, കുടിച്ച് തൂഫാനാവും ചെറുപ്പക്കാരൊക്കെ എന്നുള്ളതാണ്. കാരണം ഇത് എവിടെ നിന്നും കിട്ടുകയല്ലേ, എവിടെ നിന്നും കിട്ടും, പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റുമല്ലേ, നിന്ന നിൽപ്പിൽ കഴിക്കാം. കർണാടക ബന്ധം വളരെ വ്യക്തമാണ് ഇതിൽ. കർണാടകയാണല്ലോ ഇപ്പൊ എല്ലാ ഓപ്പറേഷന്റെയും കേന്ദ്രം. തിരികെ കയറ്റാൻ പറ്റില്ല. കുടുംബശ്രീ വഴി കയറ്റാന്ന് പറഞ്ഞാൽ LDF തിരികെ കയറ്റിലല്ല. അത് നമ്മളിവിടെ മാത്രമല്ല, തിരുവല്ലയിലെ കുടുംബശ്രീ അല്ലേ ചെയ്യുന്നത്. കുടുംബശ്രീയോടൊക്കെ ഇവർക്കുള്ള വിരോധം, അതിനെക്കുറിച്ചൊരു പരാമർശമില്ല ഈ ബജറ്റിൽ. 48 ലക്ഷം സ്ത്രീകൾ അണിനിരന്ന ലോകത്തിന് കേരളം സമ്മാനിച്ച മറ്റൊരു മാതൃകയാണ് കുടുംബശ്രീ. കുടുംബശ്രീയെക്കുറിച്ചൊരു പരാമർശമില്ലാത്ത ബജറ്റ് 98-ന് ശേഷം ഒരു വർഷം ആദ്യമായിട്ടായിരിക്കും. കുടുംബശ്രീയെ തകർക്കാൻ പണ്ട് ജനശ്രീ കൊണ്ടുവന്നവരാണ്. ഇതെല്ലാം തകർക്കലാണ് ഇവരുടെ ഉദ്ദേശം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് MMSN പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് നിർത്തും. അതാ നിർത്തുന്നതിന്റെ ലക്ഷണമാണ് കാണുന്നത്. ഈ MMSN ആണ് കുടുംബശ്രീക്ക് ബദലായി ജനശ്രീ ഉണ്ടാക്കിയത്. കുടുംബശ്രീ സ്ത്രീകൾ സമരം ചെയ്താണ് അന്ന് അതിനെ പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ കുടുംബശ്രീയെക്കുറിച്ച് മൗനമാണ്. ഈ മൗനത്തിനൊക്കെ വലിയ അർത്ഥമുണ്ട്. ബജറ്റിൽ ഒരു പരാമർശം പോലും ഇല്ല. കുടുംബശ്രീക്ക് ഒരു റോളും സർക്കാർ കാണുന്നില്ല. അതാ പറഞ്ഞ, കേരളത്തെ കേരളമാക്കി മാറ്റിയ, കേരളത്തിന്റെ സാമൂഹിക സൂചികകളെ ഉയർന്ന നിലവാരത്തിലെത്തിക്കാൻ കാരണമായ എല്ലാത്തിനെയും ഈ ബജറ്റ് നിഷേധിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.